ഹലോ ഗൈസ്, MAPC കൗൺസിലിംഗ് സൈക്കോളജിയുടെ അതായത് സെക്കൻഡ് ഇയർ സൈക്കോളജിയുടെ MA സൈക്കോളജിയുടെ അസൈൻമെൻ്റ് ആയത്. ഇത് എൻ്റെ അസൈൻമെൻറ്റാണ്. ഞാനിത് 10-11 ദിവസം കൊണ്ടാണ് എഴുതി തീർത്തത്. അവർലി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60 hours എടുത്തിട്ടാണ് ഞാനിത് എഴുതി തീർത്തത്. എനിക്കും പകൽ ഡേ ടൈമിൽ അങ്ങനെ സമയമില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ 4 to 6 അതും കണ്ടിന്യൂസ് അല്ല, സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെയാണ് എഴുതിയത്. പിന്നെ അതേപോലെ വൈകുന്നേരം ഒരു ആഫ്റ്റർ 6 o'clock അല്ലെങ്കിൽ 7 o'clock, ചില ദിവസം 7 o'clock ശേഷമായിരിക്കും, ഒരു 11 to 12 അത്രയും സമയമൊക്കെ ഇരുന്നിട്ടാണ് എഴുതിയത്. ഇപ്പോൾ അസൈൻമെൻറ്റ് വെക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 30th ആക്കിയിട്ടുണ്ട്. ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ടും പ്രോജക്റ്റും എല്ലാം April 30th വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ജൂണിൽ എക്സാം എഴുതാനുള്ളവരാണെങ്കിൽ ഇപ്പോൾ വെക്കാം. അതല്ല ഡിസംബറിലെ എക്സാമെങ്കിൽ ദ ഡേറ്റ് ചിലപ്പോൾ ഒക്ടോബറിലോ നവംബറിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് അവർ നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യത്തെ അസൈൻമെൻറ്റ് എഴുതി എന്നിട്ടത് ബൈൻഡ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ബൈൻഡ് ചെയ്യാൻ കൊടുത്തപ്പം ആദ്യം അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവർ ഇടാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തൊരു കവറിങ് പേജിൻ്റെ പുറത്ത് ഈ ഒരു പേപ്പറും നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെയും ഇതിൻ്റെ പ്രാക്ടിക്കലിൻ്റെ എല്ലാം പുറത്തുള്ള ഒരു പേജായത്. അത് ഞാൻ അവിടെ ഇട്ടെന്നേ ഉള്ളൂ. അത് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ സൈറ്റിനകത്ത് കിട്ടും. അതിന് ഫസ്റ്റ് പേജായിട്ട് ആ പേജായിട്ട്, അതായത് അസൈൻമെൻറ്റിൻ്റെ പേരും ഏത് ഇയർ ആണെന്നുള്ളത്. നെക്സ്റ്റ് 2 ഇവാലുവേഷൻ ഷീറ്റാണ്, അത് 2 വെക്കണം. തേർഡ് വന്നിട്ട് നമ്മുടെ ഈ കോഴ്സ് ടൈറ്റിൽ, പ്രോഗ്രാം കോഡ്, എൻറോൾമെൻറ്റ് നമ്പർ, സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡ്, അതൊക്കെ നമ്മൾ എഴുതുക. അത് നമ്മുടെ ID കാർഡിലും ഉണ്ട്, പിന്നെ അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് വെക്കേണ്ടത്. ഏത് അസൈൻമെൻറ്റാണ് എഴുതുന്നത് ആ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വെക്കണം. പിന്നെ അതേപോലെ തന്നെ ചിലയിടത്ത് ID കാർഡ് വെക്കാൻ പറയുന്നുണ്ട്. നമ്മളുടെ സ്റ്റഡി സെൻറ്ററിൽ ID കാർഡിൻ്റെ കാര്യമൊന്നും പറയാത്തതുകൊണ്ട് അത് വെച്ചിട്ടില്ല. പിന്നെ അതേപോലെ നെക്സ്റ്റ് പറയാനുള്ളത്, ഈ 1000 വേർഡ്സ് എന്ന് പറയുമ്പോൾ ചിലർക്ക് 8 to 9 pages ഒക്കെ വരും. അത് ഹാൻഡ് റൈറ്റിങ്ങൊക്കെ അനുസരിച്ച് നമുക്ക് എക്സാക്ട്ലി അങ്ങനെ പറയാൻ പറ്റില്ല. ചിലർക്ക് ഹാൻഡ് റൈറ്റിംഗ് വളരെ ചെറുതായിരിക്കും. ഞാനിവിടെ എൻ്റെ ഒരു മീഡിയം ഹാൻഡ് റൈറ്റിംഗ് ആണ്. അതേപോലെ ഞാൻ ഗ്യാപ്പ് കുറേ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 8 to 9, ചിലതൊക്കെ 10 pages ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ 400 വേർഡ്സ് ആണെങ്കിൽ അതൊരു 4 to 5 pages പോകും. പിന്നെ അതേപോലെ 40 വേർഡ്സ് ആണെങ്കിൽ അത് 4.5 lines ആണ്, അതായത് 4-5 ലൈൻ മാക്സിമം അത്രയും പോവുള്ളൂ. ഇതേവരെ എഴുതി തുടങ്ങാത്തവർ എഴുതി തുടങ്ങുക. അതായത് ദിവസം കുറച്ച് നേരമെങ്കിലും, ചിലപ്പോൾ നമുക്ക് പകലോ അല്ലെങ്കിൽ ഗ്യാപ്പ്, ചിലപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കിടക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു 2-3 ലൈൻസ് എഴുതാൻ പറ്റുമെങ്കിൽ അത് അങ്ങ് എഴുതുക. പിന്നെ ഇത്രയും എഴുതണമല്ലോ, ഇതെപ്പോൾ തീരും എന്നുള്ള ഒരു ടെൻഷൻ അങ്ങോട്ട് പോയാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. തുടങ്ങുന്നതാണല്ലോ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ തുടങ്ങിയ പിന്നെ തീരുന്നവരെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാം. പിന്നെ ഇപ്പോൾ April 30 വരെ നീട്ടിയല്ലോ എന്നുള്ളതിന് വീണ്ടും ഒരു മടി കാണിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കേണ്ട. കാരണം ഈ ദിവസം കൂടുന്തോറും നമുക്ക് മടി കൂടും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എഴുതി തീർക്കുക. കാരണം അസൈൻമെൻറ്റ് വെക്കാനുണ്ട്, ഇൻറ്റേൺഷിപ്പിൻ്റെ റിപ്പോർട്ടുണ്ട്, ജൂണിൽ എക്സാം എഴുതാനുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഹെവി ബേർഡൻ ആയിട്ട് മാറരുത് ഈ പഠിത്തം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.